ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് അങ്ങനെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്നും പ്രതീക്ഷിച്ച പോലെയല്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ 7ന്റെ പണി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും ഇങ്ങനെയുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സ്, ഫുൾ ഡേ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്കാണ്. നമുക്ക് ആദ്യം ലോഞ്ചിൻ്റെ എപ്പിസോഡിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം. നമ്മുടെ ലാലേട്ടൻ ആദ്യമായിട്ട് നമ്മുടെ വീട് തുറന്ന് കാണിച്ചിരിക്കുകയാണ്. സെറ്റ് നമ്മുടെ സ്വന്തം സെറ്റ് ആയതുകൊണ്ടായിരിക്കാം അതിഗംഭീരം, സൂപ്പർ, അടിപൊളി. ലാലേട്ടൻ ഓരോ ഏരിയയും വിശദീകരിച്ച് കാണിക്കുന്നുണ്ട്. അതുപോലെ ലാലേട്ടൻ ഇങ്ങനെ പോയി ഓരോ കിച്ചണും നമ്മുടെ ലോണും ഡൈനിങ് ഏരിയ എല്ലാം കാണിച്ചിട്ട് അവസാനം നമ്മുടെ കൺഫെഷൻ റൂമിൽ എത്തുമ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ സൗണ്ട് വരുന്നു. എനിക്ക് ആദ്യം ബിഗ് ബോസിൻ്റെ സൗണ്ട് വ്യത്യാസമായിട്ട് തോന്നി. നിങ്ങൾക്ക് അത് തോന്നിയാ? കഴിഞ്ഞ വട്ടത്തെ ബിഗ് ബോസിൻ്റെ സൗണ്ട് ഈ വട്ടത്തെ ബിഗ് ബോസ് സൗണ്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ട്? പക്ഷേ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. എനിക്ക് മാത്രം ഫീൽ ചെയ്തു. അത് തന്നെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ കൊള്ളാം അങ്ങനെ. പക്ഷേ കൺഫെഷൻ റൂം സൂപ്പർ കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ കൺഫെഷൻ റൂമിൽ കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ലാലേട്ട എന്തോ പണി പറയുന്നുണ്ടല്ലോ, 7ന്റെ പണി, എന്താണ് ആ പണി? ലാലേട്ടൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ നിന്ന് നിൽക്കുന്നു. അവസാനം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടൊരു ബിഗ് ബോസ് ദേഷ്യം. ബിഗ് ബോസ് പറയുന്നുണ്ട്, എന്നെ വീണ്ടും മുണ്ട് മടക്കി കുത്തിക്കരുത് ലാലേട്ട, പെട്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ലാലേട്ടനെ ഒന്ന് ഭീഷണിപ്പെടുത്തും. അപ്പോൾ ലാലേട്ടൻ പെതൊക്കെ അങ്ങോട്ട് നിന്നാ വാന്ന് പറഞ്ഞിട്ട് പാലിപ്പ് ലുക്കിൽ വെളിയിലോട്ട് വന്നിട്ട് ഒരു പണിപ്പുര കാണിക്കുന്നത്. പണിപ്പുര അവിടെ ചെന്നിട്ട് ഇതാണ് എൻ്റെ പണി എന്ന് പറഞ്ഞ് അകത്ത് കയറി ലാലേട്ടൻ പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരുടെ സാധനം ഞാൻ വെച്ച് പൂട്ടും, ആർക്കൊന്നും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കലിപ്പ് മൂടും. അപ്പോൾ മനസ്സിലായി എന്തോ ഒരു സാധനം ഇങ്ങനെ അണിയറയിൽ പൊട്ടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ ലാലേട്ടൻ അതെല്ലാം കാണിച്ച് നേരെ നമ്മുടെ വെൽക്കം ഏരിയയിലേക്ക് വരുന്നു. സൂപ്പർ ഒന്നും പറയണ്ട, എമ്പുരാനേ എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ തുടരത്തിലെ പാട്ട് അതൊക്കെ ഇട്ട് നല്ല അടിപൊളി ഒരു ഇൻട്രോ ആയിരുന്നു ലാലേട്ടൻ്റെത്. അങ്ങനെ പിന്നെ ലാലേട്ടൻ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ഓരോരോ ആൾക്കാരെ വിളിച്ച് വീടിനകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന രീതിയിലുള്ള ഒരു കയറ്റി വിടലല്ല നമ്മൾ കണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. എല്ലാ വട്ടവും വന്നിട്ട് ഭയങ്കര ഡ്രാമാറ്റിക്കാണ്. എല്ലാവരും വന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡ്രാമാറ്റിക്. പക്ഷേ ഈ വട്ടം എല്ലാവരും ജെന്യുവിനായിട്ട് സംസാരിക്കുന്നവർ എനിക്ക് തോന്നി. അതിനകത്ത് എനിക്ക് ഏറ്റവും കൺവിൻസിങ് ആയിട്ട് തോന്നിയത് നമ്മുടെ അഭിശ്രീയുടെ ഒരു ഇതാണ്. അഭിശ്രീ പറഞ്ഞത് നല്ല രസമുണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് കാര്യങ്ങളൊക്കെ കാണിച്ചത്. എല്ലാവരും ഏകദേശം നല്ലതാണ്. എല്ലാവരും അത്യാവശ്യം പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. എല്ലാവരും ജെന്യുവിനായിട്ട് നിൽക്കും, അവർ റിയലായിട്ട് നിൽക്കും തോന്നുന്നു. പക്ഷേ എല്ലാവരും സ്ട്രാറ്റജി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വന്നേക്കുന്നത് എന്നുള്ളൊരു ഉറപ്പാണ്. അതിനകത്ത് ആ അനീഷ് എന്ന് പറയുന്ന കോമണർ അത്യാവശ്യം നല്ല വൃത്തിക്കേട് കാണിക്കുന്നുണ്ട്. ആദ്യമേ എനിക്കത് ഫീൽ ചെയ്ത്, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്ത് നോക്ക്. വന്നിട്ട് ഉടനെ തന്നെ ഭയങ്കര ഇതായിട്ട് അനുമോള് വീടിനകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സംഭവമാണ്, നിങ്ങൾ ആരാണ്, കാണാനൊന്നും കൊള്ളില്ല, നേരിട്ട് കാണാനൊന്നും വലിയ സുഖമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഒരു ഇതായിട്ടാണ് അനുമോളെ കാണിച്ചത്. അനുമോൾ അപ്പോഴത്തേക്കും ഡെസ്പായി പോയി. അനുമോൾ അറിയാമല്ലോ, ഒരു പപ്പി രീതിയിലുള്ള ആളാണ്. അവളെ എപ്പോഴും സൗന്ദര്യമുള്ള ആൾ, ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെയുള്ള രീതി എല്ലാവരും സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഇടത്താണ് അനീഷ് വന്നിട്ടൊന്നും ഇതാക്കില്ല. പിന്നെ അനീഷിൻ്റെ കേസ് എനിക്ക് തോന്നുന്നത് എല്ലാവരും വന്ന് ഓരോരുത്തരെ എൻട്രി ചെയ്യുന്ന സമയത്ത് അനീഷ് അവരുടെ ആ ഒരു ഏരിയയിൽ തന്നെ നിന്നിട്ട് അവനെ എല്ലാവരും വന്ന് കാണണം, അനീഷിനെ എല്ലാവരും വന്ന് കണ്ട് അവൻ നിൽക്കുന്നിടത്ത് വന്ന് കൈ കൊടുക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. സോ എനിക്ക് അനീഷിനോട് പറയാനുള്ളത്, അനീഷിൻ്റെ ഗെയിമിനെ പറ്റി പറയാനുള്ളത്, അനീഷ് ആദ്യമേ ഒരു കോമണറാണ്. കഴിഞ്ഞ വട്ടവും നമ്മുടെ കോമണർ പെൺകുട്ടിക്കുണ്ടായ പോലെ ഈ വട്ടം ഇവൻ ഈ രീതിയിലാണ് കളിക്കുന്നത്. പ്രേക്ഷകരുടെ ഇഷ്ടങ്ങൾ പുള്ളിക്കാരൻ ഇല്ലാതാക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പം പുള്ളി പെട്ടെന്ന് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. നല്ല രീതിയിൽ പ്ലാൻഡായിട്ട് കളിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ആരായിരുന്നു, ആര്യൻ ലവ് ട്രാക്കിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആര്യൻ്റെ ലവ് ട്രാക്ക് പറഞ്ഞിട്ടില്ലേ, ഒഴുക്കിനനുസരിച്ച് പോകും. നമുക്ക് ഒഴുക്കിനാണ്, ഏതൊഴുക്കിലാണ് പോണേന്ന്. പിന്നെ നമ്മളെല്ലാം കാത്തിരുന്ന രേണുസുതി അറിയാലോ, പുള്ളിക്കാർ ഈ വട്ടം വിക്ടിം കാർഡ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ കാർഡൊക്കെ ഇറക്കാനുള്ള ചാൻസാണ് കൂടുതൽ എനിക്ക് തോന്നുന്നത്. കാരണം സുധിച്ചേട്ടൻ്റെ കാര്യം എക്സ്പോസ് ചെയ്തിട്ടൊരു വിജയം, അതായത് ഇപ്പം പുറത്തുണ്ടായേക്കുന്ന ഒരു നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആക്കും എന്നെനിക്ക് ഫീൽ ആവുന്നുണ്ട്. പുള്ളിക്കാരി മിക്കവാറും ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഒരു പോസിറ്റീവ് ആളായിട്ട് പോകും. അതിന് പുള്ളിക്കാരി വെച്ചേക്കുന്ന ഡ്രം കാർഡ് സുധിച്ചേട്ടൻ്റെ മെമ്മറീസ് ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു.
പിന്നെ ഷാരിക, നമ്മുടെ ഷാരികയൊക്കെ ഓക്കെയാണ്. എനിക്കറിയില്ല ഷാരികയുടെ ഗെയിമിനി എങ്ങനെ പോകുന്നു. ഷാരിക ഇൻ്റർവ്യൂവിൽ കാണിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അകത്ത്, എനിക്ക് ഉറപ്പുണ്ട്. കാര്യം പുള്ളിക്കാരി ഇൻ്റർവ്യൂവിലൊക്കെ കാണിക്കുന്നത് ഈ പറഞ്ഞ ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ ആങ്കറിങ് കാണിക്കുന്ന പോലെ എല്ലാവരും പഠിപ്പിച്ചു കൊടുത്ത, പിന്നെ എല്ലാവരും ജെനുവിൻ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ബിഗ് ബോസ് ഈ വട്ടത്തെ സീസണിൻ്റെ പൊളിയാണ് മുത്തേ, പണി സൂപ്പറാണ്. കഴിഞ്ഞ വട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്, ആദ്യത്തെ ഒരാഴ്ച ഓണവില്ല് കളിയായിരുന്നു. കഴിഞ്ഞ വട്ടമല്ലേ ബിഗ് ബോസിലും അങ്ങനെയാണ്, ആദ്യത്തെ ഒരാഴ്ച ഓണവില്ല് കളിയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ബിഗ് ബോസ് പൊട്ടിച്ചു മുത്തേ. ആ ഓടിത്തളന്നല്ല 3 പേർക്ക് ഓരോ സ്റ്റാർ വെച്ച് കൊടുത്തിട്ട് ബിഗ് ബോസ് പറഞ്ഞ് ആ സ്റ്റാർ കൂടിയത് ആരാണോ, ആ സ്റ്റാറുള്ള 3 പേര്, അതായത് നമ്മുടെ ഷാനവാസ്, ആര്യൻ, ബിന്നി, ഇവർ 3 പേരുമാണ് സ്റ്റാർ കിട്ടിയവർ. സോ അവർക്ക് മാത്രം അവർ ഡ്രസ്സ് കൊടുത്തു വിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് എട്ടിൻ്റെ പാടി. അവർക്ക് ആർക്ക് ഡ്രസ്സ് കൊടുത്തില്ല, എല്ലാവർക്കും ഓരോ യൂണിഫോമും കട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തത്. അത് നല്ലൊരു സാധനം കേട്ടോ. വന്ന് കയറി ഉടനെ തൊട്ട് അവർ ഗെയിം കളിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവർ ഓണവില്ലി കളിച്ച് നമ്മളെ കാണുന്നവരെ തന്നെ ഒരു മടിപ്പിച്ചാണ്. അതെന്തായാലും പൊളി. അങ്ങനെ ബിഗ് ബോസ് എടുത്ത് പറയുന്നുണ്ട്, ചിലർ ഈ കഴിഞ്ഞ വട്ടത്തെ കൂട്ട് എല്ലാവരും എടുത്ത് ഒളിപ്പിച്ച് വെക്കുക, അല്ലെങ്കിൽ അടുത്ത ഓരോ രീതിയിൽ. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് പ്രദർശിപ്പിച്ച് കയ്യിൽ തന്നെ കെട്ടണം. അതാണ് ഹൈലൈറ്റ്. കാര്യം അത് കളി വരും, അപ്പോഴാണ് എല്ലാവർക്കും അത് എടുത്ത് മാറ്റാൻ, അടിച്ചു മാറ്റാനും കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഒരു സ്പാർക്ക്, ആ സ്പാർക്കാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടത്. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു അടി കിടക്കുന്നുണ്ടെന്ന്, ഇതാണ് ആ അടി. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ ലൈവിൽ നിങ്ങൾ കണ്ട ആ ഒരു പ്രൊമോ കണ്ടില്ലേ, പ്രൊമോ കണ്ട സാധനം ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് നമ്മുടെ ഷാരിക പോയിട്ട് നമ്മുടെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ആ ടാസ്ക് നൈറ്റിലേക്ക് നിർത്തി വെപ്പിച്ചു. ഇന്ന് അത് രാവിലെ വീണ്ടും തുടങ്ങും. ഇതുവരെ തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങും അത്. പക്ഷേ സൂപ്പറായിരുന്നു. രാത്രി മുട്ടാടിയായിരുന്നു കേട്ടോ. മുട്ടാടിയെന്ന് വെച്ചാൽ മുട്ടാടിയായിരുന്നു. നമ്മുടെ അനുമോൾ, പിന്നെ നമ്മുടെ ബിന്നിയുടെ അനുമോളും, മറ്റേ ധന എന്ന് പറയുന്ന പെൺകുച്ചിയുടെ ധന ഫാത്തിമയോടെ അനുമോളുടെ മറ്റേ ബിന്നിയുടെ വലിച്ച് പറിക്കാൻ നോക്കുന്നു. അതുപോലെ ഷാനവാസിൻ്റെ അക്ബറും അനീഷും കൂടെ പുറകെ നടന്ന് അത് തട്ടിപ്പറിക്കാൻ നോക്കുന്നു. അവസാനം ഷാനവാസ് അത് ഒണിയൽ കൊണ്ടുവന്ന് നമ്മുടെ പേരെന്തായിരുന്നു അക്ബറിന് കൊടുത്തു. ഇപ്പം അക്ബറിൻ്റെ കയ്യിലാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ആര്യൻ്റെ കാര്യത്തിന് മാത്രം ആർക്കും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ആര്യൻ്റെ കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ആര്യൻ ഇത് എവിടെ വെച്ചിട്ടുണ്ട്. നൈറ്റ് എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടി സംഭവം നിർത്തിച്ചിട്ട് ഇന്ന് രാവിലെ തുടങ്ങാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ രാത്രി അവരുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അവരുടെ പഴയ കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മക്കൊക്കെ ഇട്ടൊരു പണിയുണ്ട് റിവ്യൂ ബേസിന് വേണ്ടിയിട്ട്. പിന്നെ ബെഡിനെ ചൊല്ലിയിട്ട് നമ്മുടെ അനീഷിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അനീഷിന് ബെഡില്ല എന്ന് പറഞ്ഞിട്ട്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്നത് നൈറ്റ് ഗൈസ്. അപ്പോൾ ഇന്നിനി ബാക്കിയുണ്ട്. ഇന്ന് ലൈവ് രാവിലെ തുടങ്ങിയിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നാളെ ഇന്നത്തെ ഫുൾ ഡേയുടെ റിവ്യൂവുമായിട്ട് ഞാൻ നാളെ വരാം. എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.